കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ഇപ്പോൾ വലിയ രീതിയിൽ ഡൽഹിയിൽ അലയടിക്കുകയാണ്. ഇവരുടെ പ്രതിഷേധം വലിയ രീതിയിൽ അക്രമാസക്തമായി മാറുകയാണ്. അതേസമയം ജന്തർ മന്ദറിൽ മാത്രമാണ് ഞാൻ പ്രതിഷേധിക്കുന്നതെന്നും ഈ അക്രമാസക്തമാകുന്ന പ്രതിഷേധത്തിൽ എനിക്ക് യാതൊരുവിധ പങ്കുമില്ല, എന്നെ ഒന്നും ചെയ്യരുത് എന്നുള്ള രീതിയിലുമാണ് അഭിജിത്ത് ദീപ്കെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയും അവിടെയുള്ള പഞ്ചാബികളുമായി വലിയ രീതിയിൽ തർക്കവും വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അവിടെയുള്ള പൊതുമുതൽ നശിപ്പിച്ച അവിടെയുള്ള വന്നിരിക്കുന്ന ആന്റി നാഷണൽ പ്രൊട്ടസ്റ്റേഴ്സിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയത്. ഇവരുടെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് ഇവരെ ഐഡന്റിഫൈ ചെയ്ത് ഇവരുടെ പാസ്പോർട്ട് റദ്ദാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പാസ്പോർട്ട് റദ്ദാക്കി ഇവരെ ഇന്ത്യയിൽ തന്നെ ഇട്ട് വിചാരണ നടത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. വലിയ രീതിയിലുള്ള ഞെട്ടലാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കീഴിൽ ഇവർ നമ്മളെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് പറഞ്ഞു വന്ന ഈ ആന്റി നാഷണൽസിന് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പാസ്പോർട്ട് റദ്ദ് ചെയ്യപ്പെടുന്നതോടുകൂടി പിന്നീട് വിദേശത്തേക്ക് കടക്കാനോ ഒന്നും തന്നെ ഇവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.